ഹലോ ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രമാണ്. ധാരാളം കണ്ടെയ്നറും 2 ഷിപ്പുകളും ഇപ്പോൾ ബെർത്തിങ്ങിലുണ്ട്. അതുമാത്രമല്ല ബ്രേക്ക് വാട്ടറിന്റെ കുറച്ച് വർക്കുകളും നടക്കുന്നുണ്ട്. നമുക്ക് പോകാം ഡീറ്റെയിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ പോർട്ടിന്റെ ബെർത്തിൽ 2 ഷിപ്പുകളാണ് നിലവിൽ മൂറിങ്ങിലായിട്ടുള്ളത്. ഒന്ന് MSC മെഖേല എന്ന് പറയുന്ന ഷിപ്പ്, അതായത് വിഴിഞ്ഞം പോർട്ടിൽ 100ാമതൊന്ന് ഷിപ്പ്. നമുക്ക് ഈ വ്യൂ ഒന്നും കാണാൻ പറ്റില്ല, നമ്മളെല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്താണ്. ആ ഷിപ്പ് വന്നപ്പോൾ ഏകദേശം 299.9 മീറ്ററും 48.2 മീറ്റർ വീതിയും അല്ലെങ്കിൽ ബീമുള്ള ഷിപ്പിന് 9400 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കും. പൂർണ്ണമായിട്ടും പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്ന വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാം നമ്മൾ കാണുന്ന ഷിപ്പ് MSC LC3 എന്ന് പറയുന്ന ഷിപ്പാണ്. അത് ഏകദേശം 208.3 മീറ്ററും ആ നീളവും 29.8 മീറ്ററാണ് ഷിപ്പിന്റെ ബീം എന്ന് പറയുന്നത്. 2672 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഷിപ്പിന് 481 TEU റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഷിപ്പാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുമാത്രമല്ല ഷിപ്പിന്റെ ലൈഫ് ബോട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബ്രിഡ്ജ് പോർഷൻ, ഫണൽ, നാവിഗേഷൻ എക്യുപ്മെന്റ്സ് എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന വ്യൂവിലാണ് ഞാനുള്ളത്. ഇതൊരു ഫീഡർ വസലാണ്. നിലവിൽ നമ്മൾ ഈ ഫീഡർ വസൽ പോയിക്കൊണ്ടിരിക്കുന്നു. കൊളംബോ, ചെന്നൈ, വിശാഖപട്ടണം, ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ ഷെഡ്യൂൾ വെച്ചിട്ട് ഫീഡർ വസൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് മാത്രമല്ല നമ്മുടെ പോർട്ടിലെ ടഗുകളെല്ലാം ഈ നിരയായി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഡോൾഫിൻ 26, 27, 28, 29 ഇങ്ങനെ 4 ടഗ് ബോട്ടാണ് വളരെ മനോഹരമായി. അതായത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന്റെ വെള്ള കുതിരകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ടഗ് ബോട്ടുകളെ കാണുന്നതോടൊപ്പം ധാരാളം കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ ഒരു കണ്ടെയ്നറിന്റെ മുകൾ അല്ലെങ്കിൽ 5 കണ്ടെയ്നർ ഹൈറ്റിലാണ് ഈ കണ്ടെയ്നർ അടുക്കി വെച്ചിരിക്കുന്നത്. ഒന്നിനു മേലുള്ള ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റിലാണ് നിരയായി അടിച്ചിരിക്കുന്ന വളരെ മനോഹരമായ കാഴ്ച. മനോഹരത്തിനപ്പുറം ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ TEU ട്രാൻസ്ഷിപ്മെന്റ് നമുക്ക് സാധിച്ചു എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ്. അതുതന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. MSCയുടെ കണ്ടെയ്നറുമായിട്ട് വന്ന ട്രെയിലറേയും നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമുക്കിനി നോക്കേണ്ട പോർട്ടിന്റെ നിലവിൽ ധാരാളം നാച്ചർ സ്റ്റോൺ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ദിവസം 100 ലോഡിന് പുറത്ത് നാച്ചർ സ്റ്റോൺ എത്തുന്നുണ്ട്. അതുമാത്രമല്ല ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന്റെ സെൻട്രലിലൂടെയുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിന്റെ വർക്കുകളും കുറച്ച് വർക്കുകൾ, അതായത് റോഡിന്റെ കുറച്ച് വർക്കുകൾ എന്ന് പറയാൻ നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ കാരണം നമ്മൾ ആദ്യമായി വീഡിയോ എപ്പോഴും ഷൂട്ട് ചെയ്യുന്നത് പോർട്ടിന്റെ മറുവശത്ത് കടലിൽ നിന്നുള്ള വിഷ്വലാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ആ ഭാഗത്തെല്ലാം വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി നമുക്ക് ഈ ഭാഗത്താണ് കുറച്ച് എന്തെങ്കിലും വർക്ക് നടക്കുന്ന ഈ ഭാഗത്താണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വർക്ക് നടക്കുന്ന ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ഡേഷൻ തരിക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭാഗത്തുനിന്ന് ഷൂട്ട് ചെയ്തത്. ഈ ഭാഗം എന്ന് പറയുന്നത് നിലവിൽ പലപ്പോഴും ഷിപ്പ് കാണാൻ വരുന്നവർക്ക് ഹാർബറിന്റെ സൈഡിൽ നോക്കി കാണാൻ പറ്റുന്ന വിഷ്വലാണ്. പക്ഷേ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം കണ്ടെയ്നർ അതിനകത്തുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. വളരെ കുറച്ച് കണ്ടെയ്നർ മാത്രമാണ് ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് അപ്ഡേഷൻ എടുക്കുന്ന വ്യൂ എല്ലാവർക്കും വളരെ പരിചിതമാണ്. ആ ഭാഗത്ത് നിന്നാലേ നമുക്ക് എത്രത്തോളമാണ് കണ്ടെയ്നർ നമ്മുടെ യാർഡ് പോർഷനിൽ കണ്ടെയ്നർ നിരയായി അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ബിൽഡിംഗ് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ഇത് നമ്മുടെ പോർട്ട് ഓഫീസ് ബിൽഡിംഗ് അല്ലെങ്കിൽ POE ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. ഇതിനോട് ചേർന്നിട്ട് നമുക്ക് റോഡ് കാണാൻ സാധിക്കും വളരെ ദൂരെയായിട്ട്. അത് നമ്മുടെ മെയിൻ റോഡാണ്, നമ്മുടെ ഗേറ്റ് കഴിഞ്ഞ് വരുന്ന റോഡ് ഉണ്ടോ. ഈ റോഡ് ഗേറ്റ് കഴിഞ്ഞ് വരുന്ന റോഡാണ്. അവിടെ നിന്ന് ഒരു ലോറി പാസ് ചെയ്ത് വരുന്നുണ്ട്. അത് ആക്രോപോഡുമായി വരുന്ന ലോറി തന്നെയാണ്. അതുമാത്രമല്ല സൈഡിലായിട്ട് ധാരാളം നാച്ചുറൽ സ്റ്റോണുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം നാച്ചുറൽ സ്റ്റോണാണ് നമ്മുടെ പോർട്ടിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഇവിടെ ഡംപ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇത്രത്തോളം ഡംപ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഓരോ ദിവസം കൂടുന്തോറും ഈ നാച്ചുറൽ സ്റ്റോണിൻ്റെ മല എന്ന് നമുക്ക് പറയാറുള്ളത് അത് കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. തരം തിരിച്ചുള്ള സ്റ്റോണുകളാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് കണ്ടോ. പല വലിപ്പത്തിലുള്ള സ്റ്റോണുകൾ പല സ്ഥലത്തായിട്ട് മാറ്റിയിട്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ലോറിയും അവിടെ നിൽക്കുന്നുണ്ട്. ആ സ്റ്റോൺ കൊണ്ടുപോകാൻ ലോറിയും വളരെ ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. നമുക്ക് ഈ സ്റ്റോണിന് എവിടെ കൊണ്ടുപോകുന്നു എന്നും നമുക്ക് ഈ വരും വീഡിയോയിലൂടെ വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്ത് പോരുന്നുണ്ടോ. ഈ ഭാഗത്തെല്ലാം നാച്ചുറൽ സ്റ്റോൺ തരംതിരിച്ച് മാറ്റിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം നമ്മുടെ വീഡിയോയിൽ, നമ്മുടെ പോർട്ട് അപ്ഡേഷൻ വീഡിയോയിൽ സ്ഥിരമായിട്ട് വരുന്ന വിഷ്വൽ തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ ഹൈറ്റായി പ്ലേസ് ചെയ്യുന്നതാണ്. നമുക്കത് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. തൊട്ട് മുന്നേ നമ്മൾ കണ്ട ലോറി ആക്രോപോഡുമായിട്ട് കടന്നു വരുന്ന വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ്. ഈ ആക്രോപോഡ് ഉള്ളത് എനിക്കൊണ്ട് മുല്ലൂർ ഭാഗത്ത് ഒരു യാർഡുണ്ട്. ആ യാർഡിലാണ് ആക്രോപോഡ് ഡംപ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നാണ് ഈ ആക്രോപോഡ് ലോറിയിലിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്.
അതുമാത്രമല്ല നമുക്ക് ഈ സൈഡിലായിട്ട് നമ്മുടെ പോർട്ടിൻ്റെ പ്രൊട്ടക്ഷൻ വാള് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സൈഡിലായിട്ട് അല്ലെങ്കിൽ കോമ്പൗണ്ട് വാൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ കോമ്പൗണ്ട് വാൾ ചേർന്നിട്ട് ഒരു എക്സ്കവേറ്റർ വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഈ എക്സ്കവേറ്റർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെല്ലാം സൈഡിലൂടെയുള്ള റോഡിൻ്റെ വർക്കുകൾ നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്തെല്ലാം നമ്മൾ നേരത്തെ പഴയ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ പലപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒരു ഹൈറ്റുള്ള പ്ലേസാണ് ആ പ്ലേസ്. അവിടെ നിന്നും മഴ പെയ്യുമ്പോൾ ചെളിയും വെള്ളവും ആ റോഡിലൂടെ ഒലിച്ചിറങ്ങി നമ്മുടെ പോർട്ടിൻ്റെ സൈഡിലോട്ട് വരും. അത് വരാതിരിക്കാൻ വേണ്ടി അവിടെ സ്ലാബിൻ്റെ വർക്കുകൾ നേരത്തെ തന്നെ, ഓടയും സ്ലാബിൻ്റെ വർക്കുകൾ നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ അവിടെ കൂടിക്കിടക്കുന്ന മണ്ണെല്ലാം മാറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ റോഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നിലവിൽ ഈ പറയുന്ന പോർട്ടിലേക്ക് വരുന്ന നാച്ചുറൽ സ്റ്റോൺ ഹെവി എക്യുപ്മെൻറ്റ്സ് എല്ലാം 2025, അതായത് 2-3 ദിവസം കൂടി കഴിഞ്ഞ് 2025 നമുക്ക് സെക്കൻഡും തേർഡും ഫോർത്ത് സ്റ്റേജിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യും. ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പോർട്ടിൻ്റെ നിലവിലെ വർക്കുകൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാത്ത രീതിയിൽ സൈഡിലൂടെ നമുക്ക് ഈ പറയുന്ന സ്റ്റോണുകളെല്ലാം നമ്മുടെ പോർട്ടിനകത്ത് എത്തിക്കാം, ഹെവി എക്യുപ്മെൻറ്റ്സ് എത്തിക്കാം. ഇതെല്ലാം സൈഡിലൂടെ വർക്കുകളെല്ലാം നടക്കും. പോർട്ടിൻ്റെ വർക്കുകളും നിലവിൽ ഈ പോർട്ടിൻ്റെ വർക്കുകൾ എന്ന് വെച്ചാൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് നടക്കുന്നതോടൊപ്പം തന്നെ പോർട്ടിൻ്റെ വർക്കുകളും ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാതെ നടക്കുന്ന ആ ഒരു പാതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ ഒരു പൊസിഷൻ എല്ലാവർക്കും അറിയാം. ഇത് ബ്രേക്ക് വാട്ടറിലെ സ്റ്റാർട്ടിംഗ് പൊസിഷനാണ്. ഇവിടെ നിന്നാണ് നമുക്ക് 2960 മീറ്ററോളം ബ്രേക്ക് വാട്ടർ ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗം പണ്ടത്തെ വീഡിയോയിൽ, അതായത് 1 വർഷം മുന്നേയുള്ള വീഡിയോയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗമെല്ലാം നമ്മൾ പലപ്പോഴായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ എഞ്ചിൻലെസ് ബാർജും സ്പ്ലിറ്റ് ബാർജും ഉൾപ്പെടെ ധാരാളം ബാർജുകൾ നിന്ന ശേഷം ഇവിടെ നിന്നാണ് നാച്ചുറൽ സ്റ്റോണുകൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കടലിലൂടെ കൊണ്ടുപോയിട്ടാണ് ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ഈ ഭാഗത്ത് ഒരു സ്റ്റേജ് പോലെ കാണുന്ന ഈ ഒരു പോർഷൻ ലോറികൾക്ക് വന്നു ഒരേ സമയം 4-5 ലോറികൾക്ക് സ്പ്ലിറ്റ് ബാർജിലേക്ക് സ്റ്റോൺ തട്ടാൻ വേണ്ടിയാണ് ഈ ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചെറിയൊരു ബെർത്ത് പോർഷൻ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ടെമ്പററി ഒരു ബെർത്ത് പോർഷൻ തന്നെയായിരിക്കും. ഈ വർക്ക് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇത് പൊളിച്ചു മാറ്റും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. കാരണം അത്രയേ ഉള്ളൂ നമുക്ക് യൂസ്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിറ ലോറികളുമായിട്ട്, അല്ലെങ്കിൽ ലോറികൾ നിറയെ നാച്ചുറൽ സ്റ്റോൺ ഫില്ല് ചെയ്ത്, നമ്മൾ നേരത്തെ കണ്ട യാർഡിൽ നിന്നും നാച്ചുറൽ സ്റ്റോൺ എടുത്ത് ഫില്ല് ചെയ്ത് ഇവിടെ ലോറികൾ ധാരാളമായി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയതിനാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും വ്യക്തതയുണ്ടെങ്കിൽ, ക്ലിയർ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ആയിട്ടിടുക. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു നിലവിൽ ഒരു വർക്കിംഗ് സ്റ്റാഫിന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് തന്നെ ഇനി കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. അതുമാത്രമല്ല ഈ ഭാഗത്തുള്ള സൈഡ് വാളിൻ്റെ വർക്കുകൾ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കുകൾ ഇവിടെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഈ പ്രൊട്ടക്ഷൻ വാളിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ വലിയൊരു വീതി തന്നെയാണ്. എത്രയാണെന്ന് എനിക്കറിയില്ല, എന്നാലും 2-3 മീറ്റർ കാണുമായിരിക്കും. തീർച്ചയായിട്ടും എനിക്കറിയില്ല. പോർട്ടിൽ നിന്ന് ധാരാളം പേര് ഈ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവർ കമൻ്റായിട്ട് ഇടുക എത്രയാണ് അതിൻ്റെ വീതി, പ്രൊട്ടക്ഷൻ വാളിൻ്റെ വീതി എന്നുണ്ട്. കാരണം ഇത് നിലവിൽ ക്രെയിനിലെ എടുത്ത് പൊക്കി വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു വീതിയുള്ളതാണ് ഈ പറയുന്ന പ്രൊട്ടക്ഷൻ വാൾ. അതിൻ്റെ അതായത് പ്രൊട്ടക്ഷൻ വാൾ കഴിഞ്ഞാൽ ധാരാളം ആക്രോപോഡ് ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതായത് വർക്കെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുമാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ എല്ലാ വർക്കുകളും നടക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ സ്ഥലത്തെല്ലാം നമ്മൾ ഈ പറയുന്ന സ്പ്ലിറ്റ് ബാർജും എഞ്ചിൻലെസ് ബാർജും എല്ലാം പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം തന്നെയാണ് ഇവിടെ കണ്ടോ, ഈ ഭാഗത്തെല്ലാം. കാരണം 1 വർഷമായിട്ട് ഇപ്പോൾ നിലവിൽ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞല്ലോ. ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ നേരത്തെ തന്നെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഈ സൈഡിൽ എങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് അത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇനി അടുത്ത വർഷം മുതൽ വളരെ ഫാസ്റ്റായിട്ട് ആക്റ്റീവായിട്ട് ഈ പറയുന്ന എഞ്ചിൻലെസ് ബാർജും സ്പ്ലിറ്റ് ബാർജെല്ലാം വളരെ ആക്റ്റീവായിട്ട് പോകും. നമ്മൾ ഈ പറയുന്ന പ്രൊട്ടക്ഷൻ വാളിൻ്റെ ഇടയ്ക്കും ആക്രോപോഡിൻ്റെ ഇടയ്ക്ക് കൂടി ചെറിയൊരു വീതിയുള്ള ഭാഗമുണ്ട്. ആ വീതിയുള്ള ഭാഗത്തോട്ട് ലോറിയിലെ സ്റ്റോണുമായിട്ട് കടന്നു പോകുന്നത് കാണാൻ സാധിക്കും. ഒരു എക്സ്കവേറ്റർ നമ്മുടെ മുന്നിലുണ്ട് കണ്ടോ. ഈ ഭാഗത്തെല്ലാം ചെറിയ വർക്കുകളാണ് നടക്കുന്നത്. മെയിൻ വർക്കെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. ചെറിയ പോർഷൻ വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ധാരാളം വർക്കിംഗ് സ്റ്റാഫിനെ നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു വെയിലാണ്. വൈകുന്നേരമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഈ ഭാഗത്തെല്ലാം ആക്രോപോഡ് ധാരാളം കൂട്ടിയിട്ടുണ്ട്. നമുക്കിനി ഈ ബ്രേക്ക് വാട്ടറിൻ്റെ ഫുള്ള് പോർഷൻ നമുക്ക് എത്രത്തോളമാണ് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നിന്നാണ് നമ്മുടെ ബ്രേക്ക് വാട്ടർ തിരിഞ്ഞു പോകുന്നുണ്ടോ. ആ ഒരു കർവ് പോർഷനാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നല്ല വീതിയുണ്ട് ഈ കർവ് പോർഷൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ അപ്ഡേഷൻ ചെയ്തിരുന്നു എങ്ങനെയാണ് ഈ കർവ് പോർഷൻ വരുന്നതും. ഈ പോർഷൻ്റെ പൂർണ്ണമായിട്ടുള്ള വർക്ക് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് നോക്കുക, വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മുടെ ഈ പോർട്ട് അപ്ഡേഷൻ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ വർക്കിനും ഓരോ പ്ലേലിസ്റ്റ് ഉണ്ട്. ഷിപ്പിൻ്റെ ആയാലും വർക്ക് അപ്ഡേഷൻ ആയാലും നിലവിൽ ഈ പറയുന്ന ഇതിൻ്റെ കണക്ഷൻ റോഡിൻ്റെ വർക്ക് അപ്ഡേഷൻ ഇതെല്ലാം ഓരോ പ്ലേലിസ്റ്റ് തന്നെയാണുള്ളത്. ഓരോ
വീഡിയോ നമുക്ക് വളരെ വ്യക്തമായിട്ട് ആദ്യം മുതലുള്ള വീഡിയോ നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെയെല്ലാം നമുക്ക് ഈ പറയുന്ന പോർട്ടിന് ഓപ്പോസിറ്റായിട്ടുള്ള പ്രൊട്ടക്ഷൻ വാളും കടലിന് ഓപ്പോസിറ്റുള്ള പ്രൊട്ടക്ഷൻ വാളും ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ വ്യൂ നിന്ന് കണ്ട് മനസ്സിലാക്കാവുന്നത്. വളരെ സ്ലോ ആയിട്ട് പോകുന്നത് എത്രത്തോളം വർക്ക് നമുക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുമാത്രമല്ല ഇവിടെ ഇപ്പോൾ കോൺക്രീറ്റും കഴിഞ്ഞിരിക്കുന്നു, ഈ പറയുന്ന 2 പ്രൊട്ടക്ഷൻ വാളും കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ടവറുണ്ട്, ഈ ടവർ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് കാണുന്നത്. ഈ പൊസിഷനിൽ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ, വേറെ പല വ്യൂ നിന്നും നമ്മൾ ഈ വ്യൂയിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഭാഗത്തെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അതായത് നമ്മുടെ ഈ പോർട്ടിന് അഭിമുഖമായിട്ട് വരുന്ന സ്ഥലത്തെല്ലാം ഹെവി സ്റ്റോണും നമ്മുടെ കടലിന് അഭിമുഖമായിട്ട് വരുന്ന സ്ഥലം ഓപ്പോസിറ്റായിട്ട് വരുന്ന സ്ഥലത്തെല്ലാം ആക്രോപോഡുമായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. കാരണം പോർട്ടിനകത്ത് ആക്രോപോഡ് ഫില്ല് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഒരു ഹെവി ക്രെയിൻ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ ലോറിയിലേക്ക് കൊണ്ടുവന്ന ആക്രോപോഡ് നമ്മൾ കണ്ടിട്ടുണ്ട്, ആക്രോപോഡ് ഫില്ല് ചെയ്യുകയാണ് ഇവിടെ മൊത്തം. കണ്ടോ, എഞ്ചിനീയേഴ്സും സ്റ്റാഫിനെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഒരു മഞ്ഞ നിറത്തിലുള്ള ക്രെയിനുകൾ, നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു മഞ്ഞ നിറവും ഒരു പച്ച നിറത്തിലുള്ള ക്രെയിനുകളും. നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നേരത്തെ തന്നെ പറയുന്നു ആ ക്രെയിൻ നമുക്ക് കുറച്ചുകൂടി അടുത്ത് തന്നെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വളരെ ദൂരെ നിന്നിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ മാക്സിമം സൂമിങ്ങിലൊക്കെയാണ് ഇത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എന്ന് തന്നെ വിശ്വസിക്കുന്നത്. പറയാൻ കാരണം നമ്മുടെ ഫ്രണ്ട്സുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് പലപ്പോഴായിട്ട് അറിയാം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ക്യാമറ സൂമിങ് വളരെ കുറവാണ്. പലപ്പോഴും കമൻ്റായിട്ട് തന്നിട്ടുണ്ട് സൂമിങ് കുറവാണ്, കുറച്ചുകൂടി ക്ലിയറുള്ളൊരു ക്യാമറയിലോട്ട് മാറണമെന്നൊക്കെ. പക്ഷേ അതൊരു 3-4 മാസമായിട്ട് അങ്ങോട്ട് ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ചേഞ്ച് വീഡിയോയിലൂടെ വ്യക്തതയായി എന്ന് കരുതുന്നു. അതുകൊണ്ടാണ് നമുക്ക് കുറച്ചെങ്കിലും വലിയ പെർഫെക്റ്റ് എന്നല്ല എന്ന് പറയുന്നാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെല്ലാം 4K തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ധാരാളം ലോറികളിലെ സ്റ്റോണുമായിട്ട് ബ്രേക്ക് വാട്ടറിന് മുകളിൽ വെയിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഒരു മിക്സർ മെഷീൻ യൂണിറ്റുമുണ്ട്, വലിയൊരു ക്രെയിനുമുണ്ട്. ആ ക്രെയിൻ ഉപയോഗിച്ച് നമ്മൾ ഈ ലോറി ഇരിക്കുന്ന ആക്രോപോഡ് മാറ്റുന്നതിനാണ് ആ ക്രെയിൻ ഉള്ളത്. ആക്രോപോഡ് നമ്മൾ ഈ പറയുന്ന പ്രൊട്ടക്ഷൻ വാൾ ഇപ്പോൾ കെട്ടി വന്നല്ലോ, പ്രൊട്ടക്ഷൻ വാളിൻ്റെ പേരലായിട്ട് ആക്രോപോഡ് ഫില്ല് ചെയ്യുന്ന ജോലികളാണ് ഇവിടെ നടക്കുന്നത്. ഇനി ആ ഹൈറ്റ് എത്രയാണ് ഇപ്പോൾ നിലവിൽ ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലെ ഹൈറ്റ് അനുസരിച്ച് ആക്രോപോഡ് ഫില്ല് ചെയ്തെങ്കിൽ ഇപ്പോൾ പ്രൊട്ടക്ഷൻ വാളോട് വന്നതിനാൽ പ്രൊട്ടക്ഷൻ വാളിൻ്റെ എത്ര ഹൈറ്റാണുള്ളത് ആ ഹൈറ്റിന് പേരലായിട്ടാണ് ആക്രോപോഡെല്ലാം ഫില്ല് ചെയ്യുന്ന വർക്കുകൾ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പോർട്ടിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കുകളെല്ലാം ഇവിടെ ചെറുതായിട്ട് നടക്കുന്നുണ്ട്. കുറച്ച് പെൻഡിങ്, വളരെ കുറച്ച് മീറ്റർ മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത്. അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ആ പോർഷനിലെല്ലാം വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഇപ്പോൾ നമുക്ക് 2 എക്സ്കവേറ്ററാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതിൽ ഒരു എക്സ്കവേറ്ററിൻ്റെ ബൂം വളരെ നീളത്തിലുള്ളൊരു ബൂമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു കടലിൽ നിന്ന് തന്നെ കുറച്ച് ആക്രോപോഡ് അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കി വെക്കാനോ അതായത് വളരെ ആഴത്തിൽ തന്നെ പോയി വർക്ക് നടത്താൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്കവേറ്ററാണ് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു എക്സ്കവേറ്ററിൽ നിന്നും നമുക്ക് ഈ പറയുന്ന ബൂം ഉപയോഗിച്ച് നമ്മുടെ ഹെവി റോക്കുകൾ ലോറിയിൽ നിന്നും മാറ്റുന്ന കാഴ്ച നമുക്ക് കാണാൻ. ഇത്രത്തോളമാണ് നമുക്ക് ബ്രേക്ക് വാട്ടറിന് കുറച്ച് പോർഷൻ കൂടി ഉള്ളൂ കാണാൻ. കാരണം ഇനി നമുക്ക് കപ്പൽ നിൽക്കുന്ന കാരണം നമുക്ക് കാണാൻ സാധിക്കില്ല. ആ പോർഷനിലെല്ലാം അതായത് നമ്മൾ ഈ പറയുന്ന കടലിൻ്റെ ആ വശത്തിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ആ ഭാഗത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ എല്ലാം വർക്ക് കംപ്ലീറ്റ് ചെയ്തത് 2960 മീറ്റർ എൻഡ് പോർഷനാണ് നമുക്ക് ഇനി കാണാനുള്ളത്. ആ പോർഷൻ്റെ വർക്കുകളെല്ലാം നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വേറൊരു സന്തോഷ വാർത്ത കൂടി, ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഗോ കമ്പനികളൊന്നായ ഷാൻസ് കാർഗോ പ്രൈവറ്റ് ലിമിറ്റഡ് വിഴിഞ്ഞത്ത് ഓഫീസ് തുറന്നിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയിലെ എല്ലാ പോർട്ടിലും ഓഫീസും നെറ്റ്വർക്കുമുള്ള ഷാൻസ് കാർഗോയാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ഓഫീസ് തുറന്നിരിക്കുന്നത്. വിഴിഞ്ഞത്ത് തന്നെയാണ് ഓഫീസ് തുറന്നിരിക്കുന്നത്. അതുമാത്രമല്ല ഗേറ്റ് വേ കണ്ടെയ്നേഴ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞത്ത് നിന്നുള്ള ഗേറ്റ് വേ കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ടിലെത്തുന്ന ഗേറ്റ് വേ കണ്ടെയ്നേഴ്സ് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും പോകുന്നതിന് ഷാൻസ് കാർഗോ നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കാനായി സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നു. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.